ഇത് മറ്റൊരാൾ അറിയില്ല എന്നൊരു വാക്ക് ഞാൻ തരാം. പക്ഷെ അതറിയാതെ എന്റെ ഭാഗത്ത് നിന്ന് ഒരു ഔദാര്യവും പ്രതീക്ഷിക്കണ്ട. മറ്റൊന്നിനും വേണ്ടിയല്ല, ഞാൻ കാണിക്കുന്ന ഈ കൺസിഡറേഷൻ നാളെ എന്റെ മകളെ ഒരു തരത്തിലും ബാധിക്കില്ല എന്ന് എനിക്ക് ഉറപ്പ് കിട്ടാൻ വേണ്ടിയാ. അത് ഞാൻ ഉറപ്പ് തരാം. ഇങ്ങനെ ഒരു ഉറപ്പിന്റെ പുറത്താണല്ലോ ഈ ദത്ത് പോലും ഇവിടെ സംഭവിച്ചത്. ഇനി നിന്നെ വിശ്വസിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാ. അല്ല, എന്റെ സ്ഥാനത്ത് നിന്ന് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇങ്ങനൊരു സാഹചര്യത്തിൽ പെടുന്നത് നീയാണെങ്കിൽ നീ എന്നെ വിശ്വസിക്കൂ? ഒരിക്കലും ഇല്ല. വാക്കുകൊണ്ട് അങ്ങനെ സമ്മതിച്ചിട്ട് കാര്യമില്ല. പറഞ്ഞല്ലോ, ഉറപ്പ് വേണം. ആ ഉറപ്പിന് വേണ്ടി സംഭവിച്ചതെല്ലാം കൃത്യമായി എനിക്ക് അറിയണം. എന്തിനാ ആ കുഞ്ഞിനെ നീ ഞങ്ങൾക്ക് ദത്ത് തന്നത്? മരണഭയം കൊണ്ട്. മനസ്സിലായില്ല. ഏത് നിമിഷവും മരിച്ചു പോകുന്ന ഒരു മഹാരോഗിയായിരുന്നു ആ ദിവസങ്ങളിൽ ഞാൻ. എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെട്ട ദിവസങ്ങൾ. ഭ്രാന്തിയെ പോലെ അരുതാത്തതൊക്കെ ഞാൻ ചെയ്തു കൂട്ടിയ നിമിഷങ്ങൾ. അതിമാരകമായ മൾട്ടിപ്പിൾ മൈലോമ എന്ന രോഗമാണ് കുട്ടിക്ക്. ഓരോ ദിവസം കഴിയുന്തോറും മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു രോഗിയാണ് കുട്ടിയെന്ന സത്യം ഞാൻ എങ്ങനെയാ മറച്ചു വയ്ക്കുന്നത്? ഏത് നിമിഷവും മരണം സംഭവിക്കാം. അന്ന് ഞാൻ അങ്ങനെ ഒരു ടെക്നിക്ക് കാണിച്ചില്ലായിരുന്നെങ്കിൽ അവന്മാർ എനിക്ക് പണി തരുമായിരുന്നു. ചേച്ചി എന്തൊന്നും മിണ്ടാത്തത്? ഇപ്പൊ ചേച്ചി ചോദിച്ചില്ലേ ഒരു ചോദ്യം? ചേച്ചിയുടെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്ന്. ആ ചോദ്യം ഞാനൊന്ന് തിരിച്ചു ചോദിച്ചോട്ടെ. ഈ അവസ്ഥയിൽ എന്റെ സ്ഥാനത്ത് ചേച്ചിയായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഞാനായിരുന്നെങ്കിൽ ചിലപ്പോ ആത്മഹത്യ ചെയ്യുമായിരുന്നു. പിടിച്ചു നിന്നല്ലോ മോളെ നീ ഇത്രയും ദിവസം. സമ്മതിച്ചു നിന്നെ ഞാൻ. കരയരുത്. ഇനി മുതൽ ഞാൻ കൂടെയുണ്ട്. നിന്റെ കുഞ്ഞിനെ നിനക്ക് തിരിച്ചു കിട്ടും ചേച്ചി. പക്ഷെ ഞാൻ ആഗ്രഹിച്ചാലും അതത്ര പെട്ടെന്ന് നടക്കില്ല. അയ്യോ, അതെന്താ? കാര്യങ്ങൾ എന്റെ കൈവിട്ട് പോയി കഴിഞ്ഞു. ആ എഗ്രിമെന്റ് നമുക്ക് ക്യാൻസൽ ചെയ്താ പോരെ? എഗ്രിമെന്റ് വെച്ചത് നിങ്ങൾ തമ്മിലല്ലേ? അതില് അത് ക്യാൻസലാക്കാൻ അവള് സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ചേച്ചി പറഞ്ഞ അവൾ അനുസരിക്കില്ലേ? ആ ഘട്ടം കഴിഞ്ഞു. ഞാൻ അവളോട് സംസാരിച്ചു. പക്ഷേ അവൾ ഒരു തരത്തില് സമ്മതിക്കുന്നില്ല. എന്റെ മനമാറ്റം എന്തുകൊണ്ടാണെന്ന് ആത്മജ ഇപ്പൊ ആലോചിക്കും. താൻ എന്നോട് ചോദിച്ചില്ലേ ഞാനും ഒരു അമ്മയല്ലേ എന്ന്? ദിവസവും തൊഴുതു പ്രാർത്ഥിക്കുന്നത് എന്റെ മകളുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേന്ന്? അതെ, ഞാനും ഒരു അമ്മയാ. എല്ലാ ദിവസവും ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കുന്നത് എന്റെ കുഞ്ഞിന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രം. ആ ഞാൻ എങ്ങനെയാ നിന്റെ മനസ്സ് കാണാതെ പോകുന്നത്? ചേച്ചി, പൂജ സമ്മതിച്ചില്ലെങ്കിൽ നമ്മളിനി എന്ത് ചെയ്യും? ആത്മജയുടെ സങ്കടം കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ലീഗലി രജിസ്റ്റർ ചെയ്ത ആ കുരുക്കഴിക്കാൻ അത്ര പെട്ടെന്നൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല. ദത്ത് നൽകുന്നതിനേക്കാൾ ബുദ്ധിമുട്ട് അത് ക്യാൻസൽ ചെയ്യാൻ. അയ്യോ, എന്റെ കുഞ്ഞ്. ഞാൻ നോക്കിയിട്ട് ഇനി ഒറ്റ വഴിയേ ഉള്ളൂ. എന്താ അത്? കുഞ്ഞു പൂജയുടെ കയ്യിൽ സുരക്ഷിതയല്ല എന്ന് കോടതിയെ ധരിപ്പിക്കണം. വെറുതെ ധരിപ്പിച്ചാ പോരാ,
കോടതിക്ക് 100% ബോധ്യപ്പെടുന്ന തെളിവുകൾ ഉണ്ടാവണം. അതിന് നമ്മൾ ഇനി എന്ത് ചെയ്യും? എന്തും ചെയ്യണം. കുഞ്ഞിനെ തിരികെ കിട്ടേണ്ടത് ഇപ്പൊ ആത്മജയുടെ മാത്രം ആവശ്യമല്ല, എന്റേത് കൂടിയാ. പൂജയുടെ സംരക്ഷണയിൽ കുഞ്ഞിന്റെ ജീവൻ അപകടത്തിലാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ട അഡോപ്ഷൻ എഗ്രിമെന്റ് ക്യാൻസലാക്കാൻ കോടതിക്ക് ഉത്തരവിടാം. പക്ഷേ അതൊക്കെ നിസ്സാര കാര്യമാണെന്ന് വിചാരിക്കരുത്. നിയമമാണ്, കോടതിയാണ്. ഒടുക്കം വാദി പ്രതിയാകുന്ന അവസ്ഥ ഉണ്ടാവരുത്. ഓരോ ചുവടുകളും മുന്നോട്ട് വെക്കുന്നത് തന്ത്രപൂർവ്വമായിരിക്കണം. പിന്നെ ഇതിനു പിന്നിൽ ഞാനുണ്ടെന്ന് ഒരു കാരണവശാലും മറ്റൊരാൾ അറിയാൻ പാടില്ല. ഇല്ല, ഒരിക്കലുമില്ല.